മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലില് 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇതിലൊരു വയസ്സുള്ള കുഞ്ഞും ഉൾപ്പെടുന്നു. മേഖലയില് 400ഓളം പേർ ഒറ്റപ്പെട്ട് കിടക്കുന്നതായാണ് വിവരം. ഇവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തിനായി എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ തേടുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് അറിയിച്ചു. ഒരു കാര്യം ആദ്യം തന്നെ അഭ്യർത്ഥിക്കുന്നു. മാധ്യമങ്ങളില് വരുന്ന വാർത്തകളില് കുറേയേറെ ശരിയും കുറേയേറെ തെറ്റുമാണ്. ആളുകളെ പാനിക് ആക്കാവുന്ന ഒരു ശ്രമത്തിൽ നിന്നും മാറ്റി എല്ലാവരെയും അവരവരുടെയും സ്ഥാനങ്ങളില് സുരക്ഷിതരാവുകയെന്ന കാര്യമാണ് ആദ്യം അറിയിക്കേണ്ടത്. അനാവശ്യമായി കൂടുതൽ ആളുകൾ തുടർച്ചയായി അവിടേക്ക് യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് പരിശീലനം ലഭിച്ചവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുന്നതിനെ ബാധിക്കും, മന്ത്രി പറഞ്ഞു. DRFന്റെ 2ാമത്തെ യൂണിറ്റും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഏതാനും സമയത്തിനുള്ളിൽ അവർ അവിടെ എത്തിച്ചേരും. വെള്ളാർമലയിലേക്കുള്ള പാലം തകർന്നുവെന്നും അതല്ല മണ്ണ് മൂടി കിടക്കുകയാണെന്നുമുള്ള വാർത്തയുണ്ട്. രണ്ടും പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. തൃശൂര് മുതൽ തെക്കോട്ടുള്ള എല്ലാ ഫയർഫോഴ്സും വയനാട്ടിലേക്ക് എത്തും. കാലാവസ്ഥ അനുകൂലമായാൽ എയർ ലിഫ്റ്റിംഗ് നടത്തും. കോയമ്പത്തൂരിൽ നിന്ന് ഹെലികോപ്റ്റർ വയനാട്ടിലെത്തും. കളക്ടറുടെ നേതൃത്വത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എയർഫോഴ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. 4:30 മണി മുതൽ തന്നെ മുഖ്യമന്ത്രി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈന്യം ഉൾപ്പെടെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. മന്ത്രിമാർ തന്നെ അങ്ങോട്ട് പോയി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്ഥലം MLA ടി സിദ്ദീഖും സ്ഥലത്തെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യത്തിന്റെ ഉൾപ്പെടെ സഹായം തേടണമെന്ന് MLA ആവശ്യപ്പെട്ടു. എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വെള്ളാർമലയിലെ സ്കൂള് പരിസരത്താണ് ഞാൻ ഉള്ളത്. 3 മൃതദേഹങ്ങൾ ഇവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. മേലെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന വൻമരങ്ങളും മറ്റുമൊക്കെ ഇവിടെ ടൺ കണക്കിന് കൂടിക്കിടക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നിന്നാണ് 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇനിയും എന്തൊക്കെ സംഭവങ്ങൾ എന്ന് അറിയില്ല, ടി സിദ്ദീഖ് MLA പറഞ്ഞു. പാലം സമ്പൂർണമായി തകർന്നു. പുഴയില് മുഴുവന് കോൺക്രീറ്റും മറ്റ് അവശിഷ്ടങ്ങളുമാണ്. മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അവിടേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. DRF സേന ഇവിടെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായും റവന്യൂ മന്ത്രിയുമായും സംസാരിച്ചിരുന്നു. റവന്യൂ മന്ത്രി അടിയന്തരമായി ഇവിടെ എത്തുന്നുണ്ട്. സൈന്യത്തിന്റെ സഹായത്തോടു കൂടി താൽക്കാലിക പാലം ഉണ്ടാക്കി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണം. നിലവിലെ കാലാവസ്ഥയിൽ എയർലിഫ്റ്റിംഗ് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും സാധ്യമായ എന്ത് നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. എയർലിഫ്റ്റിംഗ് നടത്തുകയാണെങ്കിൽ അതിന് വേണ്ട ക്രമീകരണം, ആശുപത്രിയിലെ ക്രമീകരണം, അങ്ങനെ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥ അല്പമെങ്കിലും മെച്ചപ്പെട്ടു കഴിഞ്ഞാൽ ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള ശ്രമം ആരംഭിക്കും. എന്തായാലും കാഴ്ചകൾ ദയനീയമാണെന്നും ടി സിദ്ദീഖ് പറഞ്ഞു.